നമസ്കാരം നമസ്കാരം എല്ലാവരോടും ഒരു കാര്യം പറയാനായിട്ടാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന്. നമ്മുടെ ആയുർവേദ ജീവനക്കാരെല്ലാവരും ജനുവരി 5-ാം തീയതി മുതൽ നമ്മൾ ഒരു വാഹന പ്രചരണ ജാഥ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അത് കാസർഗോഡ് മുതൽ നെയ്യാറ്റിൻകര വരെ കേരളം മുഴുവൻ പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും വിപുലമായ ഒരുക്കങ്ങളായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ഇനി വെറും 22 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ആയുർവേദ ജീവനക്കാരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഓൾ ഇന്ത്യ ആയുർവേദ എംപ്ലോയീസ് ആൻഡ് തെറാപ്പിസ്റ്റ് അസോസിയേഷനും നമ്മളുടെ സഹോദര സംഘടനയായ സ്റ്റേറ്റ് ആയുർവേദ വർക്കേഴ്സ് എംപ്ലോയീസ് അസോസിയേഷനും സംയുക്തമായ സംരംഭത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം എന്താണ് എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ എവിടെയാണ് ഉള്ളത് വെച്ചാൽ അവിടെ നമ്മൾ രാവിലെ 7:30 മുതൽ ഈവനിങ്ങിൽ 7 മണി വരെയുള്ള സമയത്താണ് പല സ്ഥലങ്ങളിലും സ്വീകരണങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും വിളിച്ച് പറയുക ഞങ്ങൾ അവിടെ ഉണ്ടാവും എന്നുള്ളത് വിളിച്ച് പറയുക. ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആയുർവേദ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നത് വളരെ തുച്ഛമായ ശമ്പളവും ഈ ഉടമകളുടെ ധാർഷ്ട്യത്തിന് വഴങ്ങിയിട്ടാണ് കിട്ടുന്നത്. ഭയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. ഇത്രയധികം തൊഴിലാളികളുടെ പ്രതീക്ഷയായിട്ടുള്ള കേരളത്തിൽ പോലും ആയുർവേദ ജീവനക്കാർക്ക് ഒരു വരുമാനമില്ലാത്തതിൻ്റെയും നമുക്ക് പറഞ്ഞ 23,400 കിട്ടാത്തതിൻ്റെയും കാരണം ഇത് ശരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള തെറാപ്പിസ്റ്റുകളാണ് ഒരു സ്ഥലത്താണ് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 34,000 35,000 വരെ കിട്ടേണ്ട സന്ദർഭങ്ങളുണ്ട്. അതാരും നോക്കുന്നില്ല. അതായത് ഓരോ 5 വർഷം കൂടുമ്പോഴും നമുക്ക് ഇൻക്രിമെൻ്റ് ഉണ്ട്. അതായത് ഇവിടെ അടിമകളെ പോലെ 15,000 12,000 20,000 ഏറെ മേടിച്ചിട്ട് ജീവിക്കുന്ന തെറാപ്പിസ്റ്റുകൾ ഒരു കാര്യം മനസ്സിലാക്കാത്ത എന്താണെന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. നമ്മളെ ചൂഷണം ചെയ്യുന്ന നമ്മുടെ ഉടമകളെ ശരിയായ പാഠം പഠിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഇനി ഞങ്ങൾ പിന്നാക്കമില്ല. തുടർന്ന് നമ്മൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിലും മുഖ്യമന്ത്രിയുടെ പരാതി സെല്ലിലും അതുപോലെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിൽ പോലും പോയിട്ട് ഈ കാര്യങ്ങൾ ശരിയാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാ സഹായങ്ങളും മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ജീവനക്കാരെല്ലാവരും സഹായിക്കണം. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. ഡിസംബർ 15 മുതൽ ജനുവരി 31 വരെ നമ്മൾ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. അതിലും സഹകരിക്കണം എന്ന് എല്ലാവരോടും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഒപ്പം നമ്മൾ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവിൻ, സംഘടന കൊണ്ട് ശക്തരാകുവിൻ എന്ന് പറഞ്ഞ ശ്രീനാരായണ ഗുരുവിനെ നമ്മൾ നമിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ ആ കാര്യത്തിൽ വളരെ വിജയകരമായ ഒരു ചരിത്രമാണ് കേരളത്തിലുള്ളത്. സ്വാമി സത്യവ്രതൻ എന്ന് പറയുന്ന ആളിനെ ഏർപ്പാടാക്കിയത് കൊണ്ടാണ് നമുക്ക് ആലപ്പി കൊയർ ഫാക്ടറീസ് എംപ്ലോയീസ് അസോസിയേഷൻ എന്ന് പറയുന്ന കേരളത്തിലെ സൗത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നിലവിൽ വന്നത് എന്ന് കൂടി അറിയിക്കുന്നു. നമ്മൾ ഒരിക്കലും പിന്നാക്കമില്ല. ഇനി നമ്മൾ ആശ്രയിച്ചോ ഉടമകളുടെ കാല് പിടിച്ചോ ഉടമകളുടെ കാൽച്ചവിട്ടിൽ നിന്നിട്ടോ കാര്യമില്ല. നിങ്ങൾക്കും വേണം സ്വാതന്ത്ര്യം, നമ്മൾക്കും വേണം സ്വാതന്ത്ര്യം എന്നുള്ള ചിന്താഗതിയോടെ പ്രവർത്തിക്കുവാനും കുഴിവെട്ടി മൂടുക വേദനകൾ ബുദ്ധികൊണ്ട ശക്തിയിലേക്ക് നമ്മൾ എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധരാണെന്ന് അറിയിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. എന്നാ പ്രോബ്ലം? ഇറ്റ്സ് ഓക്കെ.